شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, 30 രാവുകളിലെ 14-ാമത്തെ രാവ് മഹാനായ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദുൽ ബസ്സാറാണ് ഇന്ന് നമ്മുടെ വിഷയം. മുസ്നദുൽ ബസ്സാറിൽ നിന്ന് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിനെയും നമ്മൾ ഇന്ന് കാതോർക്കുകയാണ്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. മുസ്നദുകളുടെ പ്രത്യേകതകളെ നമ്മൾ വിശദീകരിച്ചതാണ്. മുസ്നദുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാഗ്രന്ഥങ്ങളായിരുന്നു ഇമാം അഹ്മദിൻ്റെയും ഇമാം ത്വയാലിസിയുടെയും എല്ലാം മുസ്നദുകൾ. ആ ശ്രേണിയിലേക്ക് ലോകത്ത് മുഴുവൻ പ്രസിദ്ധിയാർജിച്ച മറ്റൊരു ഗ്രന്ഥമാണ് ഇമാം ബസ്സാറിൻ്റെ മുസ്നദുൽ ബസ്സാർ എന്ന പേരിലാണ് അതറിയപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഗ്രന്ഥത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ നാമം എന്താണ് എന്ന് നമുക്ക് അവിടെ പറയാം. ആദ്യം ഇമാം ബസ്സാർ, അബൂബക്കറുൽ ബസ്സാർ എന്ന പേരാണ് അദ്ദേഹത്തിന് ലോകത്ത് കൂടുതൽ അറിയപ്പെട്ട നാമം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂബക്കർ അഹ്മദ് ബിൻ അംർ ബിൻ അബ്ദുൽ ഖാലിഖ് അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ബസറക്കാരനാണ്. ബസറയിൽ ജനിച്ചു വളർന്ന് ബസറയിലെ മഹാപണ്ഡിതന്മാരിൽ നിന്ന് അറിവ് ശേഖരിച്ച് ഹദീസുകൾ ശേഖരിച്ച് മനപ്പാഠമാക്കി വെച്ച് ലോകത്തിന് സമർപ്പിച്ച മഹാപണ്ഡിതൻ. അബൂബക്കർ എന്ന കുനിയത്തിൽ അറിയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ നാമം അഹ്മദ് ബിൻ അംർ എന്നുള്ളത് പലരും മറന്നുപോയ ഒരു നാമമാണ്. ബസ്സാർ എന്ന പേരിലാണ് അദ്ദേഹം ലോകത്ത് പ്രസിദ്ധിയാർജിച്ചതും. ബസറയിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖാലിഖ് അൽ ബസരി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബസറ എന്ന നാട്ടിലേക്ക് ചേർത്തിട്ട് പേര് പറയപ്പെട്ടത്. നിസ്ബ. ഞാൻ പറഞ്ഞുവല്ലോ, അദ്ദേഹം വളർന്നത് ബസറയിലാണ്. ഇറാഖിലെ വിജ്ഞാനത്തിൻ്റെ മഹാകേന്ദ്രമായിരുന്നു അന്ന് ബസറ, കൂഫ എന്നുള്ള മഹാപട്ടണങ്ങൾ. അറിവിനോട് വല്ലാത്ത താല്പര്യവും ആ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലുമാണ് ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി വളർന്നത്. ബഗ്ദാദിലേക്ക്, അതുപോലെ തന്നെ ഇറാഖിലെ മറ്റു കൂഫ തുടങ്ങിയ മഹാപട്ടണങ്ങളിലേക്ക് അറിവന്വേഷിച്ച് ഇറങ്ങി. ഇറാഖ് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മക്കയിലേക്കും മദീനയിലേക്കും പോയി. അതുപോലെ തന്നെ ഹിജാസിലും ഈജിപ്തിലും സിറിയയിലും ഇറാനിലെ അസ്ഫഹാനിലുമെല്ലാം അദ്ദേഹം അറിവ് തേടി യാത്ര ചെയ്തതായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവന്വേഷിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഒടുവിൽ ആ യാത്രക്കൊടുവിൽ അദ്ദേഹം എത്തിയത് റംല എന്ന് പറയുന്ന ഫലസ്തീനിലെ ഗ്രാമത്തിലാണ്. അദ്ദേഹം മരണപ്പെടുന്നതും റംല എന്ന് പറയുന്ന ഫലസ്തീനിലെ ആ നാട്ടിൽ വെച്ചിട്ടാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുനാഥന്മാർ ഹുദൈബ് ബിൻ ഖലീഫയെപ്പോലെ, അബ്ദുൽ ആല ബിൻ ഹമ്മാദിനെ പോലെ, മുഹമ്മദ് ബിൻ ബഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഹദീസ് വായിക്കുമ്പോൾ അതിൻ്റെ പരമ്പരയിൽ ബുന്ദാർ എന്ന് കേൾക്കാറുണ്ട്. ബുന്ദാർ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് ബിൻ ബഷാർ, സഈദ് ബിൻ തൽഹീദ് തുടങ്ങിയ ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ്. ഗുരുനാഥന്മാരെ പലപ്പോഴും നമുക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല. കാരണം ഇതിൽ ബുന്ദാറിനെ പോലുള്ള മഹാമുഹദ്ദിസുകൾ ചിലപ്പോൾ പറയും. എന്നാൽ ഇനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കൂടുതൽ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവനാണ് ഇമാം അബൂ ഷെയ്ഖ് അൽ അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഖാസിം അത്തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം തബറാനിയൊക്കെ നമുക്ക് സുപരിചിതമാണ്. തബറാനിൻ്റെ തഫ്സീർ, മുഅ്ജമു തബറാനി. അതുകൊണ്ട് തന്നെ തബറാനി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് കറകളഞ്ഞ ഒരു നല്ല സുന്നിയായിട്ടാണ് മഹാനായ അബൂബക്കറുൽ ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിയും നിലകൊണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഈ ഹദീസ് പണ്ഡിതന്മാരുടെ പാതയെ അഥവാ സലഫുസ് സ്വാലിഹുകളുടെ പാതയെ സൂചിപ്പിക്കുന്ന ആ തലത്തിൽ നിലകൊള്ളുന്ന ഒരു ജീവിതത്തെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണങ്ങളായി ഉദ്ധരിച്ചു പോരുന്ന ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നല്ലൊരു വിശ്വാസത്തിൻ്റെ കാര്യത്തിലും കലർപ്പില്ലാത്ത ഒരാളെന്നാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് വിധി എഴുതിയത്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ ഹാഫിള് എന്നും ഒക്കെ ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുള്ള സാദിഖ്, സത്യസന്ധൻ എന്നുമെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് ബയോഗ്രഫി എഴുതിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തി വെച്ചപ്പോൾ എഴുതി വച്ച വരികളാണ്. ഹദീസുകളുടെ പോരായ്മകൾ തിരിച്ചറിയുന്ന ഒരു ഫന്ന്, അതിനാണ് ഇലൽ എന്ന് പറയാം, ഇല്ലത്തുകൾ. ഹദീസുകളുടെ ന്യൂനതകൾ, അതിൻ്റെ കുറ്റങ്ങളും അതിൻ്റെ പോരായ്മകളെയും ഒക്കെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകുന്ന ആളുകൾ
ജ്ഞാനികളാണ്. ഹദീസുകളെ സംബന്ധിച്ചുള്ള മുഹദ്ദിസുകൾപ്പെട്ട ആൾ. അത് മുഹദ്ദിസുകളിൽ തന്നെ ചില ആളുകളുടെ മാത്രം ഒരു പ്രത്യേക ഏരിയയാണ് ഇലലുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ ഇലൽ എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ രചിച്ച് തന്നെ കാണാൻ കഴിയും. ഇമാം തുർമുദിയെ പോലെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലൊക്കെയുള്ള പണ്ഡിതന്മാർ ഇലലുകൾ. ഈ ഇലലിൽ നല്ല പാണ്ഡിത്യമുള്ള, നല്ല അവഗാഹമുള്ള ആളായിരുന്നു ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് ഇമാം ദഹബി രേഖപ്പെടുത്തി വെച്ച വാക്ക്. ഇമാം ബസ്സാറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന അൽ മുസ്നദ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് എന്താണ്? അൽ മുസ്നദു സഖാർ ലിൽ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേരിലാണ് ആ ഗ്രന്ഥം അറിയപ്പെട്ടതെന്നാണ്. മുസ്നദുൽ ബസ്സാർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പേര് അതാണ് അൽ ബഹ്റു സഖാർ. മുസ്നദ് സഖാർ അൽ ബഹ്റു സഖാർ അൽ മഅറൂഫ് ബി മുസ്നദുൽ ബസ്സാർ ലിൽ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി. മുസ്നദുൽ ബസ്സാർ എന്ന പേരിൽ അറിയപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പേര് ബഹ്റുൽ സഖാർ എന്നാണ്. ബഹർ എന്ന് പറഞ്ഞാൽ കടൽ, അസ്സഖാർ എന്ന് പറഞ്ഞാൽ അലയടിക്കുന്ന മഹാസാഗരം എന്നാണ് അദ്ദേഹം ഹദീസ് ഗ്രന്ഥത്തിന് കൊടുത്ത പേര്. മഹാവിജ്ഞാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ച്, റാവിമാരെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കടൽ തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്നദുൽ ബസ്സാർ എന്ന്. അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മരിക്കുന്നത് റംല എന്ന് പറയുന്ന ഫലസ്തീനിൽ വെച്ച ഹിജറ 292 അദ്ദേഹം മരണപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹം കുറിച്ചു വച്ച ഗ്രന്ഥങ്ങളിലെ ഹദീസുകളിൽ നിന്നും ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇനി അദ്ദേഹത്തിൻ്റെ മുസ്നദുൽ ബസ്സാർ, നേരത്തെ പറഞ്ഞ അൽ ബഹ്റു സഖാർ, അൽ ബഹർ അസ്സഖാർ, സഖറ എന്ന വാക്കിന് ഇരമ്പുക എന്നർത്ഥമുണ്ട്, അലയടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. സാഹിർ എന്ന വാക്കൊക്കെ അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. അലയടിക്കുന്ന കടലിനാണ്. ഏകദേശം 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിജ്റ 210 ഇദ്ദേഹം ജനിച്ചത്. മരിച്ചത് 292 നമ്മൾ പറഞ്ഞു ചെയ്തു. ഈ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ സിംഹഭാഗവും ഹദീസുകൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഗ്രന്ഥം എപ്പോഴാണ് രചിക്കപ്പെട്ടത് എന്നുള്ള ഒരു കൃത്യത പണ്ഡിതന്മാർക്കില്ലെങ്കിലും ഇദ്ദേഹം ഹിജറയുടെ 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കങ്ങളിൽ, ഹിജറയുടെ 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് തയ്യാറാക്കി എന്നാണ് മുഹദ്ദിസുകൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നത്. കേട്ട ഹദീസുകളെ മുഴുവൻ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി വെച്ചു. ഇത് രചിക്കാനുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് സാധാരണ മുസ്നദുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി. നമ്മളറിയാം മുസ്നദുകൾ എന്ന് പറഞ്ഞാൽ സഹാബിൻ്റെ പേര് നോക്കിയാൽ അതിൻ്റെ കീഴിൽ ആ സഹാബി റിവായത്ത് ചെയ്ത ഹദീസുകൾ മുഴുവൻ കാണാൻ കഴിയും. സാധാരണ ഒരു മുസ്നദുകളിൽ ഉണ്ടാവുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഹദീസുകളുടെ സനദുകളെ പ്രതിപാദിക്കുമ്പോൾ ആ സനദിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ചെറിയ കുറ്റം, നേരത്തെ പറഞ്ഞ ഇല്ലത്ത്, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകളെ ഇദ്ദേഹം അവിടെ ശരിക്ക് ബയാൻ ചെയ്യും. ആ ഗ്രന്ഥങ്ങൾ വായിച്ചു പോകുമ്പോൾ കാണാം എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മയെ അദ്ദേഹം അവിടെ എടുത്ത് തിരിക്കും. റാവിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ റാവിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിക്കും. അത് മറ്റു മുസ്നദുകളിൽ കാണൂല. എന്നാൽ ആ മുസ്നദിന്റെ ഷറഹുകൾ നോക്കിയാലാണ് ഈ പരമ്പരയെ സംബന്ധിച്ചുള്ള കുറ്റങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. പക്ഷെ ഇത് ഈ ഗ്രന്ഥത്തിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ളത് ഈ ഒരു ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ചില റാവിമാർക്കൊക്കെ കുറെ ദുഅഫുകൾ ഉണ്ടാവും. അത് ദുഅഫ് എന്താണ് അദ്ദേഹത്തിന്റെ പോരായ്മ, അത് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഏകദേശം നമുക്ക് ലഭ്യമായ പതിപ്പുകളുടെ എണ്ണൊക്കെ നോക്കുമ്പോൾ, ആധുനിക പതിപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മുസ്നദുൽ ബസ്സാറിൽ ഏകദേശം 3400ഓളം ഹദീസുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പലതും കാലക്രമേണ ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ മാറ്റങ്ങളും മറ്റൊക്കെ വരുത്തിയപ്പോൾ പലതും അതിൽ ചിലത് ദുർബലമായതും ചിലത് ഹദീസ് അസലില്ലാത്തതുമായപ്പോൾ പലതിനെയും വേർതിരിച്ചിട്ട് 3400 എന്നുള്ളതിൽ കുറവ് വന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. ഏകദേശം പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന ഈ ഒരു ഗ്രന്ഥത്തെ പരിശോധിച്ചാൽ, അതായത് പണ്ഡിതന്മാർ അതിൽ തഹ്ഖീഖുകളൊക്കെ ചെയ്ത് നിലനിർത്തി പോരുമ്പോൾ 3400 ഹദീസുകൾ മുസ്നദുൽ ബസ്സാറിൽ ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നത്. ഏതായാലും ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരമ്പരകൾ, ഒരു റാവിമാരെ പറ്റി, സഹാബിമാരെ പറ്റി, താബികളെ പറ്റി, നബീലിൻ്റെ അവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഗ്രന്ഥകാരൻ വരെ പറഞ്ഞു പോകുന്ന ഒരുപാട് റാവിമാരില്ലേ, പരമ്പര ഉസ്താദുമാർ, ഈ ഗ്രന്ഥകാരൻ്റെ ഉസ്താദ് വരെ നിൽക്കുന്ന വ്യക്തികൾ, അതിനെ സംബന്ധിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
ഈ ഗ്രന്ഥം ഒഴിവാക്കാൻ സാധിക്കൂല. ഈ ഗ്രന്ഥം അദ്ദേഹം ഉപയോഗിക്കേണ്ടി വരും, ഏതൊരു വിദ്യാർത്ഥിയും ഉപയോഗിക്കേണ്ടി വരുന്ന ഗ്രന്ഥമാണ് എന്നാണ്. കാരണം ഇലലിൽ അത്രമാത്രം അറിവുള്ള ആളായിരുന്നു മഹാനായ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനിയും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഓരോ ഹദീസിനെയും പല രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ വേർതിരിച്ച് റിപ്പോർട്ട് ചെയ്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മളൊരു ഹദീസിനെ റിവായത്ത് ചെയ്യുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് നമ്മൾ ഒട്ടുമിക്ക ആളുകളും കേട്ട ഹദീസാണ്. പക്ഷേ മുസ്നദുൽ ബസ്സാർ എടുത്ത് നോക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ളതിൻ്റെ തലക്കെട്ടിന് കീഴെ 800 ചില്ലാനം ഹദീസുകൾ, 876ഓളം ഹദീസുകളുണ്ട്. ഏറ്റവും കൂടുതൽ പക്ഷേ മുസ്നദിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ ഹദീസാവും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടുകളിലുള്ള ഒരു സൂക്ഷ്മതയാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കാണാം. ആ ഒരു പരമ്പര, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളുടെയൊക്കെ ഒരു പരമ്പരക്ക് ഉണ്ടാകുന്ന ഒരു നന്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണെന്നുള്ളത് നമുക്ക് പറയണ്ടേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാൾ. പക്ഷെ മുക്സിറൂൻ 7 ധാരാളം റിവായത്ത് ചെയ്ത ആളുകളിലില്ല. 7 ആൾക്കാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അബ്ദുല്ലാഹി തിരഞ്ഞെടുത്തത് പല ആളുകളും അബാദിലകളിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ പേര് പറഞ്ഞേ കാണാം. പക്ഷെ അൽ അബാദിലത്തുൽ അർബഅയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ പേരില്ല. അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമറും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസും അബ്ദുല്ലാഹി ഇബ്നു സുബൈറും റളിയല്ലാഹു അൻഹും ഈ 4 പേരാണുള്ളത്. എന്നാൽ പിന്നെ ചില അബാദിലകൾ എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞു പോരുമ്പോൾ 5ാമതായി ഇബ്നു മസ്ഊദിനെ ഉൾപ്പെടുത്താറുണ്ട്. ഏതായാലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹം പാണ്ഡിത്യം, ഭയങ്കര അറിവുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസ് റിവായത്ത് ചെയ്ത ആളുകളിൽ ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കുറേ ഹദീസ് ഉണ്ടോ. മുസ്നദുൽ ബസ്സാറിൽ നമസ്കാരം, നബിയോട് ഒരിക്കൽ ചോദിച്ചു ഏറ്റവും നല്ല അമലേതാ? റസൂലുള്ളാഹി പറഞ്ഞു നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കല. ഒന്ന് സ്വഹാബി വീണ്ടും ചോദിച്ചു പിന്നെ ഏതാ ഏറ്റവും നല്ല അമല്? അത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാ. ഏതൊക്കെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഇതൊക്കെ മുസ്നദുൽ ബസ്സാറിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് പറയും കുറേ കാണാം. ഇവിടെ ഇന്ന് നമ്മൾ എടുത്തുദ്ധരിക്കുന്ന ഹദീസ് അതിപ്രകാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിന്റെ പരമ്പര അത് ആദ്യം മുതൽ ഇമാം ബസ്സാർ എടുത്തുദ്ധരിക്കുന്നത് ഖാല ഹദ്ദസന അബൂ ഖുറൈബ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അദ്ദേഹത്തിന്റെ ഉസ്താദാൻ. ഖാല ഹദ്ദസന സെയ്ദ് ബിൻ ഹുബാബ്. ഇവിടെ ഹദ്ദസന എന്നില്ല, നമ്മൾ വായിച്ചു പോകുമ്പോൾ ഖാല നാന്നേ കാണുള്ളൂ. പഴയ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകത നാന്ന് കാണും. ഈ നാന്ന് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ അഖ്ബറന അല്ലെങ്കിൽ ഹദ്ദസന എന്നാണ്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞങ്ങൾക്ക് അറിയിച്ചു തന്നു. ഖാല അഖ്ബറന അബ്ദുൽ ഖാഹിർ ഇബ്നു സരി അൻ അബ്ദുല്ലാഹി ഇബ്നു കിനാന ഇബ്നു അബ്ബാസ് ഇബ്നു മിർദാസ് അൻ അബീഹി അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഉന അല റജുൽ ഹത്താ യുഹ്ലിക്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിസ്സാരമായ തിന്മകളെ കരുതിയിരിക്കുക, സൂക്ഷിക്കുക. ചെറിയ ചെറിയ തിന്മല്ലേ വിചാരിച്ചിട്ട് കുറേ ചെയ്യാൻ നിൽക്കണ്ട. ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ നിസ്സാരമായിട്ട് കാണണ്ട. കാരണം എന്താ, ഈ ചെറിയ നിസ്സാരമായ തിന്മകൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ ഹത്താ യുഹ്ലിക്നഹു, ആ ചെറു തിന്മകൾ അവനെ തകർത്ത് കളയുമാറാകുന്ന. കുറച്ച് ചെറുത് എന്ന് കരുതിയിട്ട് ധാരാളം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പർവ്വത സമാനമായ തിന്മകളുടെ കൂമ്പാരമാകും. എന്നിട്ട് ആ വ്യക്തി അത് തകർത്ത് കളയുന്ന. ഈ പറഞ്ഞിട്ട് റസൂലുള്ളാഹി നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ആ ഒരു കാര്യത്തിനൊരു ഉദാഹരണം കൂടി പറഞ്ഞു. വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളറബ ലഹുന്ന മസല. റസൂലുള്ളാഹി ഒരു ഉദാഹരണം പറഞ്ഞു. കമസലി ഖൗമിൻ നസലു അർള ഫലാത്ത്. ഒരു സമൂഹം വിജനമായ ഒരു പ്രദേശത്ത് ചെന്നിരുന്നു. യാത്രക്കിടയിൽ ഒരു വിജനമായ പ്രദേശത്ത് ഒരു സമൂഹം ചെന്നിരുന്നു. ഫഹളറ സനീഉൽ ഖൗം. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അവരങ്ങ് ഒരുമിച്ച് കൂടി. അപ്പോൾ യാത്രയാണല്ലോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഒരു വിജനമായ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ ഫജഅല റജുലു യജീഉ ബിൽ ഉദ് വറജുലു യജീഉ ബിൽ ഉദ്. ഒരാൾ ആദ്യം ഒരു കൊള്ളി കഷ്ണം കൊണ്ടുവന്നു. വിറക് കത്തിക്കണമല്ലോ, ഇത് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ തീ വേണം. ഒരാൾ ഒരു കൊള്ളി കഷ്ണം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അതിന് പിന്നിൽ ഒരാൾ കൊള്ളി കഷ്ണം കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരായി ഓരോരോ വിറക് കൊള്ളികൾ കൊണ്ടുവന്ന് ഹത്താ ജമഉ സവാദ. അവിടെ ഒരു വലിയ വിറകിന്റെ കൂമ്പാരം സൃഷ്ടിച്ചു എന്നാണ്. സവാദ് എന്ന വാക്കിന്റെ അർത്ഥം കറുപ്പ് എന്നാണ്.
ഇവിടെ ദൂരത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വിറകിന്റെ കൂമ്പാരം കണ്ട അതിൻ്റെ ഒരു കറുപ്പ കാണാൻ കഴിയാം. അങ്ങനെ ഒരു കറുത്ത കൂന അവിടെ സംജാതമായി. ഫഅജ്ജജൂനാറ, എന്നിട്ട് അവരതിനൊരു തീയും കൊടുത്തു. ഫഅംളജൂ മാ ഖദഫു ഫീഹാ, അവരുടെ കയ്യിലുണ്ടായിരുന്ന മാംസങ്ങളും അവർ ഭക്ഷണം പാകം ചെയ്യാണ്ടായിരുന്ന കാര്യം ആ തീയിലേക്ക് ഇട്ട് അവരതിനെ പാകപ്പെടുത്തി അവരതിനെ ഭക്ഷിച്ചുവെന്നാണ് ഹദീസിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊരു ഉദാഹരണമാണ്. ഒരാളുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു തിന്മകൾ നിറഞ്ഞ് അയാളെ തകർത്ത് കളയുന്ന മഹാ തിന്മകളുടെ കൂമ്പാരത്തെ സംബന്ധിച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു പോകുന്നത്. ഈ ഹദീസ് റിവായത്ത് ചെയ്തത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാണ് അബ്ദുല്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബികളിൽ ഒരാൾ. ചെറുപ്പകാലത്ത് ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരാൾ. പലപ്പോഴും അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടത്തിൽ ആട് മേയ്ക്കുന്ന ജോലിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞിട്ട് അബൂജഹൽ കളിയാക്കുകയും ചെയ്തിരുന്നു. റുവൈഉൽ ഖനം, ആട്ടിൻകുട്ടികളെ മേക്കുന്ന കുഞ്ഞാട്ടിടയ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നാണ്. അതായത് ചേലും കോലും കണ്ടു കഴിഞ്ഞാൽ മെലിഞ്ഞൊട്ടിയ ഒരു ശരീരമുള്ള ഒരാൾ, വലിയ അജാനബാഹുലെന്നൊന്നുമല്ല, ഒരു ചെറിയ ഒരാൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാവം കണ്ട് രൂപം കണ്ട് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു ആളുകൾ. കൂട്ടത്തിൽ അബൂജഹൽ ഉണ്ടായിരുന്നു. പക്ഷേ അബൂജഹലിന് അതിന് പ്രതികാരം ചെയ്യാൻ ആ കുഞ്ഞിക്കാലിന്റെ ചവിട്ടിൽ കണ്ടനാടിയിൽ നിന്ന് റൂഹ് പിരിയുന്നത് വരെ ചവിട്ടി നിന്ന രംഗങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ധീരമായ പ്രവർത്തനങ്ങളെ ചില യുദ്ധരംഗങ്ങളിൽ നമ്മൾ വായിച്ചു പോയതാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. നബിയുടെ ചെരുപ്പ് സൂക്ഷിപ്പുകാരൻ, സാഹിബുൻ നഅലൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പെടുത്ത് തോക്കത്ത് വെച്ച് അദ്ദേഹം നടക്കാറുണ്ടായിരുന്നു. കാരണം നബിക്ക് എന്ത് സാഹചര്യം, എന്ത് വേണമെങ്കിലും ആ സമയത്ത് ചെയ്തു കൊടുത്തിരുന്ന ഒരാൾ. വെള്ളം നബിക്ക് വുളു ചെയ്യണമെന്ന് തോന്നുമ്പോൾ മുന്നിലേക്ക് വെള്ളം എടുത്തു കൊണ്ടുപോയി നബിനെ സേവിച്ചിരുന്ന ഒരാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും നബിയുടെ കുപ്പായം സൂക്ഷിച്ചിരുന്ന ഒരാൾ, വസ്ത്രം സൂക്ഷിച്ചിരുന്ന ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം എടുത്തു കൊടുത്തിരുന്ന ഒരാൾ എന്നിങ്ങനെ പല പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നുവെന്നാണ്. വിശുദ്ധ ഖുർആനിൽ അതിവിശാലമായ അറിവുണ്ടായിരുന്ന മഹാപണ്ഡിതൻ. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആളുകളിലേക്കും പല സമൂഹത്തിലേക്കും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞേക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയാം വിശുദ്ധ ഖുർആനിൽ നന്നായി പാരായണം ചെയ്യാനും അതിനെ വിശദീകരിക്കാനും കഴിവുള്ള ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നാൻ. നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പാരായണം കേൾക്കുന്നത്. ഈ മുസ്നദുൽ ബസാറിൽ തന്നെ ഒരു ഹദീസ് കാണാം, മറ്റുള്ള റിവായത്തുകളിലൊക്കെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ഒരു ഹദീസ്, ഒരു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഖുർആൻ ഇറങ്ങിയത് അങ്ങേക്കല്ലേ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരണോ? ഖുർആൻ ഏറ്റവും നന്നായി ഓതാൻ കഴിവുള്ളവൻ റസൂലുള്ളാഹിയാണ്. കാരണം റസൂലുള്ളാഹിയാണ് ഏറ്റവും വലിയ ഫസീഹ്. അന അഫ്സഹുൽ അറബ്. തജ്വീദി നിയമങ്ങൾക്കനുസരിച്ച് ഒരു ഹർഫിന് അതിൻ്റെതായ അവകാശം കൊടുത്ത് ഉച്ചരിക്കുന്നവൻ റസൂലുള്ളാഹിയാണ്. എന്നിട്ടും ചോദിക്കാൻ, നബിയെ, ഖുർആൻ ഇറങ്ങിയത് അങ്ങേക്കല്ലേ, ഞാനത് ഓതിത്തരണോ? റസൂലുള്ളാഹി പറഞ്ഞു, ചില സമയങ്ങളിൽ ഖുർആൻ കേൾക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. മറ്റൊരാൾ ഖുർആൻ ഓതുന്നതിനെ കേൾക്കുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. നമ്മളും ആ ഒരു കർമ്മം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഇടയിൽ സൂചിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖുർആൻ ഓതി കൊടുത്തു എന്നാണ്. വജിഅനാ ബിക അലാ ഹഉലാഇ ഷഹീദ. എല്ലാ സമൂഹത്തിനുമേലും ഒരു ഷഹീദിനെ അള്ളാഹു സാക്ഷിയായി കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറഞ്ഞു. മുഹമ്മദേ, നിന്റെ സമൂഹത്തിലൊരു സാക്ഷിയായി ഞാൻ കൊണ്ടുവന്ന് നിർത്തുമെന്ന ആയത്ത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്, മതി, നീ നിർത്തുക എന്ന്. പിന്നീട് ആ ഓത്തും കഴിഞ്ഞ് മുസഹഫിൽ നിന്ന് കണ്ണെടുക്കുന്ന, തല ഉയർത്തി നോക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കണ്ടത് നബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹം ബസറയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറാഖിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചു. പക്ഷെ ഇറാഖുകാരോട് ഉമർ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളാണ് അബ്ദുള്ള, പക്ഷേ എനിക്ക് ആവശ്യമുണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിട്ടേച്ച് നൽകുന്നത് അദ്ദേഹത്തിന്റെ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്കാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നത്. നല്ല ശക്തമായൊരു കുടുംബ പരമ്പരയിൽ വളർന്നു വന്ന അദ്ദേഹം 2 നാട്ടിലേക്കും ഹിജറ പോയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്.
മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്, അതിന് മുന്നേ അബീസീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. സാദിസു മൻ അസ്ലം, ഇസ്ലാമിൽ 6ാമതായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി എന്ന കീർത്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനുണ്ട് എന്നാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടുകൊണ്ട് ഈമാൻ സ്വീകരിച്ച, വിശ്വാസം സ്വീകരിച്ച, ഇസ്ലാമിനെ സ്വീകരിച്ച മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നത് മദീനയിൽ വെച്ച് തന്നെയാണ്. മദീനയിലെ ബഖീഉൽ ഗർഖദിൽ കഴിഞ്ഞ ദിവസം ആയിഷ ബീവിയെ പറ്റി പറഞ്ഞതുപോലെ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതുപോലെ ഇദ്ദേഹവും മറമാടപ്പെട്ടത് മദീനയിലെ ബഖീഉൽ ഗർഖദ് എന്ന് പറയുന്ന ആ മദീനത്തെ പള്ളിയുടെ അരികത്തുള്ള ആ ഒരു ഖബർസ്ഥാനിലാണ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹം പറഞ്ഞു തരുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ തിന്മകളെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതൊരു വലിയ തിന്മകളുടെ പർവ്വതമായി അത് നിങ്ങളെ തിന്നാൻ പാകത്തിൽ, നിങ്ങളെ തകർത്തു കളയുന്ന പാകത്തിൽ അതെന്ത് ചെയ്യുന്നു? അത് വലുതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണർത്തിയത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒരാള് സൂക്ഷ്മത, തഖ്വ എന്ന കാര്യം, ആരോടാണ് ഈ തിന്മ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ഈ ഹദീസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്, ചെറിയ തിന്മല്ലേ എന്ന് കരുതിയിട്ട് കുറേ തിന്മ ചെയ്യാൻ പറ്റുമോ? ചെറിയ തിന്മാണെങ്കിലും നമ്മൾ ആരെയാണ് ധിക്കരിക്കുന്നത്? അള്ളാഹുവിനെയാണ്. ആ ഒരു ബോധം ഉണ്ടായാൽ എങ്ങനെ തിന്മകളിൽ മുങ്ങാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, നന്മകളിൽ ഒന്നിനെയും നിസ്സാരമായി കാണരുത്. നന്മയിൽ നിന്നൊന്നിനെയും നിസ്സാരമായി കാണരുത്. കാരണം എന്താ? ഈ നന്മകൾ ചെറുതല്ല വിചാരിച്ചിട്ട് വിടരുത്, ചെയ്യണം. കാരണം എന്താ? ഇത് വലിയ വലിയ പർവ്വതമായിട്ട് വരും. വലിയ വലിയ പർവ്വതമായിട്ട് നാളെ പർവ്വതങ്ങൾ, നന്മകളുടെ ഒരു കൂമ്പാരം കാണാൻ കഴിയും. ഒരു വല്ലാത്ത ഭാഗ്യമാണ്. എന്നാൽ തിന്മയോ ചെറുതല്ല എന്ന് ചേട്ടാ എന്നെ ചെയ്യല്ല, ചെറുതല്ല വിചാരിച്ചിട്ട് വളരെ ഗൗരവത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ധിക്കരിക്കുകയാണല്ലോ എന്ന ബോധ്യത്തിൽ അതിനെ ഉപേക്ഷിക്കലാണ് വേണ്ടത് എന്നാണ്. അതൊരു സൂക്ഷ്മതാ ബോധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വർത്തമാനത്തെ പണ്ഡിതന്മാർ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തിന്മകളെ ഭയപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തിന്മകളിൽ പശ്ചാത്തപിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനാൻ മറ്റു മാസങ്ങളിൽ വന്നു പോകുന്ന തിന്മകളെക്കാൾ ഗൗരവമേറിയതായിരിക്കും ഈ നാളുകളിലെ തിന്മകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മൾ ഓർമ്മിപ്പിക്കാൻ. ഓരോ തിന്മയും നമ്മുടെ മനസ്സുകളിൽ ഏൽപ്പിക്കുന്ന, ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന കറുത്ത കറകളാണ്. ഏതുപോലെ ഒരാള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മരുഭൂമിയിലെ ആൾക്കാരെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഹത്ത ജഅലു സവാദ, അവർ ഓരോരുത്തരും ഓരോ വിറകുകൊള്ളി ഇങ്ങനെ വെച്ച് അവസാനം ഒരു കറുത്ത കൂമ്പാരമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കറുപ്പാണ് ഓരോ തിന്മയാകുന്ന വിറകുകൊള്ളിയും. തിന്മയാകുന്ന വിറകുകൊള്ളികൾ ഒന്നൊന്നൊന്നായി കൂടി വന്ന് അതങ്ങ് കൂട്ടത്തോടെ കത്തിക്കപ്പെടുമ്പോൾ തകരുന്നത് ഞാനാണ്, തകരുന്നത് നാമാണ്, നമ്മുടെ ഏറ്റവും നല്ല നന്മകളാണ് എന്ന നമ്മളെ ബോധ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമയിലൂടെ വ്യക്തമായി പറഞ്ഞു തന്നെങ്കിൽ നബിയുടെ വാക്കുകളെ വിലമതിക്കുക, നബിയുടെ വർത്തമാനങ്ങൾക്ക് ഗൗരവം നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, തിന്മകളെ ജീവിതത്തിൽ നിന്ന് പരമാവധി അകറ്റുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ പരലോകത്ത് വരുമ്പോൾ അണുമണി തൂക്കം നന്മ കണ്ട് സന്തോഷിക്കുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒരു അണുമണി തൂക്കം പോലും തിന്മ കാണപ്പെടാതെ മായ്ക്കപ്പെട്ടവരായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.